അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുമായി ഷമ്മസ് സംസാരിച്ചിരിക്കുമ്പോഴും അവൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുകയായിരുന്നു. മോനെ, നീ എന്താടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിലേക്ക് നോക്കുന്നത്? ഉമ്മ, ഒന്നുമില്ല, ടൈമായോ നോക്കാനോ? ഇന്നെന്താ അധികം ഒരു നോക്കലേ? അല്ലെങ്കിൽ ടൈമൊന്നൊരു വിഷയമാവില്ലല്ലോ. ഞാനും നീയും സംസാരിച്ചിരിക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ഇരിക്കും. പിന്നെ നല്ലോണം ഉറക്കം വന്നിട്ടല്ലേ നമ്മൾ രണ്ടുപേരും പോവാറുള്ളൂ. ഉമ്മ, ശരിയാണ്. ആ ഫോണൊക്കെ അവിടെ മാറ്റി വെച്ച് ഉറങ്ങിക്കോട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് സമയം രാത്രി ഒന്നും ഫോണ് യൂസ് ചെയ്തുകൊണ്ട് നിന്നാൽ തന്നെ തലവേദന ഒന്നും മാറില്ല. ഒന്നാമത് ഈ ലൈറ്റ് ഓഫാക്കിയിട്ട് നമ്മൾ ഈ ആ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ കണ്ണുക്കാവുമ്പോഴേ അതുതന്നെ തലവേദനയൊക്കെ ഉണ്ടാകാനുള്ള മുഖ്യ കാരണം. കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. അങ്ങനെ തന്നെ ഓരോ ക്ലാസ് കേൾക്കാമല്ലോ. ഉമ്മാക്കെല്ലാം അറിയാലേ മോനെ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഫോണും യൂട്യൂബൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ആരോഗ്യത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെയാണ് നോക്കാറുള്ളത്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എന്നും ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ കുറച്ച് സമയമൊക്കെ നോക്കും, അതന്നെ. പിന്നെ വലിയൊരു താല്പര്യമൊന്നും എനിക്ക് അയിമക്കൊന്നുമില്ല. അതിലേറെ എനിക്ക് ഇഷ്ടം ഗാർഡനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഉമ്മ, അത് നല്ലൊരു ഇത് തന്നെയാണ്. കാരണം കുറച്ചൊക്കെ നമ്മൾ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നാൽ ശരിയാണ്, ഒന്നും നടക്കില്ല. നമ്മളെ വീടിനെ ഭംഗി കൂട്ടാനും ചെടികളും പ്ലാന്റ്സൊക്കെ വെറൈറ്റിയായി കുഴിച്ചിടാനൊക്കെ അതൊക്കെ അതിനൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുക എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്. പൊന്നു മോനെ, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടെന്താ? ഇവിടെ 2 പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്ക് അതിനുള്ള ആഗ്രഹമില്ല. അവനാൻ്റെ വീട്ടിലൊരു ചെടി കുഴിച്ചിടലും കാര്യങ്ങളും അതൊക്കെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പണിയാണ്. ഇവർക്കൊന്നും അതുമില്ല. ഉമ്മങ്ങൾ നോക്കിക്കൊണ്ട് എല്ലാവരും പുതിയ വീടെടുത്ത് സെറ്റിൽഡ് ആവുമ്പോഴേ അവരുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടാവും. എല്ലാ വെറൈറ്റി ഐറ്റംസിലുള്ള ചെടികളും പ്ലാന്റ്സ് എല്ലാം ഉണ്ടാവും നോക്കിക്കൊണ്ട്. ഇപ്പം പിന്നെ തറവാടല്ലേ, തറവാടൊക്കെ ആര് ശ്രദ്ധിക്കാനാ ഉമ്മ? മോനെ, ഇത് തറവാടാണെങ്കിലും അധികം പഴക്കമൊന്നും ഇതിനില്ല. നിൻ്റെ ഉപ്പ മരിക്കുന്നതിൻ്റെ 2 വർഷം മുമ്പാണ് ഈ വീട് ഇങ്ങനെ സെറ്റാക്കി എടുത്തത്. അങ്ങനെ തറവാട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചിടാനൊന്നും ആയിട്ടില്ല. അല്ലമ്മ, അതല്ല പറഞ്ഞതേ. അങ്ങനെ ആകുമ്പോൾ ശ്രദ്ധിക്കൂല, ഒറ്റയ്ക്ക് ആകുമ്പോഴേ ശ്രദ്ധിക്കുള്ളൂ എന്ന്. എൻ്റെ ഷാമോനെ, എൻ്റെ ഇങ്ങനത്തെ മരുവളെങ്കിലും വീടും പരിസരവും ചെടിയും ഒക്കെ നോക്കണൊരു പെൺകുട്ടിയായാലേ എത്ര നല്ലതായിരുന്നു. ഈ ഉമ്മാനെ കൊണ്ട് പോയി വയസ്സ് കാലത്തിനൊന്നും വയ്യ മോനെ. ഉമ്മ, ഞാനില്ലേ ഉമ്മാക്ക് നമ്മളവിടെ റോസ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തില്ലേ, അത് ഉമ്മ മറന്നോ? ഉണ്ട്, പക്ഷെ എന്നാലും പെൺകുട്ടികൾ നോക്കണ പോലെ ഒരാണ് വീട് നോക്കിയാലാവും എൻ്റെ പൊന്നാര ഷമ്മാസേ? ആവില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ കാര്യമായിട്ട് ജോലിയൊന്നും ഉണ്ടാവില്ല. വീട്ടിൽ ജോലിക്ക് പോകാത്ത പെണ്ണുങ്ങളെ കാര്യമായിട്ട് ഞാൻ പറയണം. അവർക്ക് ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലും ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ ഓലത് കഴിഞ്ഞു. പിന്നെ കുട്ടികളെ നോക്കൽ. മറ്റേതെന്താ, ആണുങ്ങളപ്പോൾ പുറത്തേക്ക് ജോലിക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഗാർഡനിങ് നോക്കുക. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും എത്തിക്കഴിയൂല. പെണ്ണുങ്ങളെ ചെന്ന് മുറ്റടിക്കാനൊക്കെ പോകുമ്പോഴേ ആ ചെടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് മുറ്റടിച്ചു വരും, ആ ഇലയൊക്കെ ഒന്ന് തോണ്ടിയെടുത്ത്, അങ്ങനെ അതൊരു വൃത്തി വേറെ തന്നെയാണ്. അതിനിപ്പോൾ ആര് മുറ്റടിക്കണം? എപ്പോഴെങ്കിലും ജമീലാത്തൊന്ന് അടിച്ചെങ്കിലുണ്ട്, അല്ലെങ്കിൽ അതവിടെ കിടക്കും. ഉമ്മയുടെ ഓരോ സംസാരം കൂടിക്കൂടി വരികയാണ്. ഷമ്മാസിനെ എന്തൊക്കെയോ ഒരു ടെൻഷന്. ഉമ്മ, ഷമ്മാസ് അത് അവിടെ നിന്ന് എണീക്കുന്നു. എന്താ മോനെ, മോന് ഉറക്കം വരുന്നുണ്ടോ? എന്നാൽ മോന് പോയി ഉറങ്ങിക്കോട്ടോ. ഇനി കൂടുതൽ രാത്രി ഇങ്ങനെ സംസാരിച്ചേ. ഞാൻ പിന്നെ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒപ്പമുള്ള കാലത്ത് തന്നെ കുറേ സമയം രാത്രി ഇരിക്കുമായിരുന്നു. രാത്രി കൂടുതൽ സമയം ഇരിക്കണം അത്ര നല്ലതല്ല, അതൊക്കെ അറിയാം. എന്നാലും ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങളവിടെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അവിടെ മുറ്റത്തോ അങ്ങനെയൊക്കെ ഇരിക്കലൊരു പതിവായിരുന്നു. അങ്ങനെ കുറേയൊക്കെ സംസാരിച്ചിരിക്കും. കാരണം പകലൊന്നും ഒഴിവുണ്ടാവില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യുക, രാത്രി കുറച്ച് സമയമല്ലേ. അത് കേട്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും സങ്കടം വന്നു. പാവം, ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഉപ്പ പെട്ടെന്നാണ് പോയത്. ഉമ്മാക്ക് അത് താങ്ങാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു. അള്ളാഹുവേ, എൻ്റെ ഉപ്പയുടെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ. ഉപ്പയൊക്കെ ഇപ്പം നല്ല രീതിയിൽ അവിടെ ഖബറിലാണ്. ഞാൻ എന്നും ദുആ ചെയ്യാറുണ്ട് ഉപ്പാക്ക് വേണ്ടി. പലതും ഞാൻ ഹദിയ ചെയ്യാറുണ്ട്. ഒക്കെ നമ്മുടെ ഉപ്പാൻ്റെ ഖബറിലേക്കല്ല എത്തുന്നത്. ഉപ്പ അവിടെ ഇതിനേക്കാൾ നല്ല സന്തോഷത്തോടു കൂടി കഴിയായിരിക്കും. എൻ്റെ പൊന്നു മോനെ, നിന്നെ പോലത്തെ ഒരു മോനുണ്ട് അല്ലോ, അതാണ് എനിക്കൊരു സമാധാനമുള്ളത്. പടച്ചോൻ തന്ന ഭാഗ്യമാണ് നീ. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല.
എനിക്ക് എൻ്റെ ഒരു മോനിലൂടെ അത് തന്നിട്ടുണ്ട്. ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കാനുള്ള ആ ഒരു മനസ്സ്. ബാക്കിപ്പോൾ എനിക്ക് 4 അതിൽ 3 പറയുമ്പോൾ ആ പെണ്ണുണ്ടല്ലോ സാജി, ഓൾക്ക് വരെ അങ്ങനത്തെ ഒരു വേദനയും കാര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ മോൻ്റെ മനസ്സ് അങ്ങനെ ആക്കിയത് പഠിച്ചോനാണ്. ഒരാളെങ്കിലും പഠിച്ചോൻ നന്നാക്കി തന്നല്ലോ. ഉമ്മ അങ്ങനെയൊന്നും പറയണ്ട, എല്ലാവരും നല്ലതാണ് മോനെ. എനിക്കറിയാലോ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയുള്ളതെന്നൊക്കെ. 4 ഞാൻ വളർത്തിയതാണ്. പക്ഷേ എൻ്റെ കുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടി അധികം വികൃതി കാട്ടുന്ന കൂട്ടത്തിലല്ലായിരുന്നു. എൻ്റെ കുട്ടിക്ക് നല്ലൊരു എല്ലാം കൊണ്ടൊരു ചെറുപ്പം മുതൽ തന്നെ ഒരു കണ്ടറിവായിരുന്നു എല്ലാ കാര്യത്തിനും. എൻ്റെ കൂടെ ഞാനൊക്കെ എന്തേലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. ഏറ്റവും കൊഞ്ചിച്ച് വളർത്തിയത് ഫൈസൽ മോനെയാണ്. ഓനെ നല്ലോണം കൊഞ്ചിച്ച് വളർത്തിയിട്ടുണ്ട്. അതെന്താ, ഓന് ചെറുപ്പത്തിൽ ചെറുതായിട്ടൊരു സുഖക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. നവാസ് പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഓന് പക്ഷേ ഇപ്പോഴ് ഫൈസലാണ് ഞങ്ങളെല്ലാവരെക്കാളും ഒന്നും കൂടി ഉഷാറായൊക്കെ വന്നത്. പക്ഷേ ഓൻ്റെ സ്വഭാവത്തിലുള്ള ആ ഒരു മാറ്റം അതാണ് വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കിയത്. ഉമ്മ അത് സാരല്ല, പഠിച്ചും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. പഠിച്ച റബ്ബേ, ഇനിയിപ്പോൾ 3ാമത്തോളം എപ്പോഴാണ് അവങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരിക, അതാണ് ഇപ്പോൾ ആലോചിക്കാൻ കഴിയാത്തത്. ഒന്നുണ്ടല്ലോ വീട്ടിലെ ചിലവരൊക്കെയാണെങ്കിൽ ഇറങ്ങിപ്പോയിനും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഇവളാണെങ്കിൽ പോകണമില്ല. ഉമ്മ അവിടെ നിന്നോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. മോനെ അതിലൊന്നും സങ്കടമല്ല. ആദ്യത്തോളം കാട്ടിയിലാണ് എൻ്റെ ഹൃദയം പൊട്ടുന്നത്. ഉമ്മ ഇനി അതിനെക്കുറിച്ച് പറയണ്ട. ഉമ്മ പലവട്ടം എന്നോടിത് പറഞ്ഞതാണ്. മോനെ മനസ്സിലുള്ള വേദന കൊണ്ട് പറഞ്ഞു പോവാടാ. പിന്നെ നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കേൾക്കാൻ ഒരാൾ വേണ്ടേ, അതുകൊണ്ട് പറയാമെന്ന് മാത്രം. ഉമ്മ സാരല്ല, എന്നാൽ ഉമ്മ കിടക്കാൻ പോയിക്കോളൂ കേട്ടോ. ഇനി ഒരുപാട് ടൈം വൈകണ്ട. മെഡിസിനെ കഴിച്ചില്ലേ? ആ മോനെ ഒക്കെ കഴിച്ചു. പ്രഷറിനും ഷുഗറിനൊക്കെ ഉള്ളത് കഴിച്ചിക്കണ്. എന്നാ മോനെ പോയിക്കോ. ഉമ്മ അതാ റൂമിലേക്ക് കയറുന്നു. ഷമ്മാസ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട പോലെയാണ്. ഉമ്മ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. അതങ്ങനെ സംസാരിച്ച് ശീലമായി. അതെ, ഉമ്മയും ഉപ്പയും അങ്ങനത്തെ ആയിരുന്നു. ഉപ്പയോട് ഓരോ കാര്യം ഇങ്ങനെ ഉമ്മ സംസാരിച്ചു കൊണ്ടിരിക്കും. ഉപ്പ അത് കേട്ടിരിക്കും. അല്ലെങ്കിലും ഉമ്മ പറയുന്നത് എപ്പോഴും കേൾക്കാൻ ഉപ്പ തയ്യാറായിരുന്നു. ഒരിക്കലും മതിയെന്നങ്ങനെ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഉമ്മയുടെ മനസ്സിൽ വരുന്നതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പാവം ഉമ്മ. എന്തായാലും ഇന്ന് എനിക്ക് പഠിച്ചവൻ എന്നോട് പൊറുക്കണേ റഹ്മാനെ. ഉമ്മയുടെ അടുക്കൽ നിന്ന് പെട്ടെന്ന് എണീറ്റത് ഒന്നുകൊണ്ടുമല്ല. എൻ്റെ തെറ്റിദ്ധാരണ, എൻ്റെ പേരിലുള്ള തെറ്റിദ്ധാരണ ഒന്ന് തീർക്കണം, അതിനു വേണ്ടിയിട്ടാണ്. സമയം ഏകദേശം 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഷമ്മാസദ തൻ്റെ റൂമിലേക്ക് പോയി വാതിലടക്കുന്നു. അവനെന്താ ബെഡിലിരിക്കുന്നു. ഇരുന്ന് ചൊല്ലുവാനും പറയാനുള്ളതൊക്കെ അത് ചൊല്ലുന്നു. ഫോണൊന്ന് എടുത്തു നോക്കുകയാണ്. അല്ലാ, ഞാനിത് ഇവളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊന്നും എനിക്കറിയുന്നില്ല. ഷമ്മാസദ ഫോൺ എടുത്ത് നോക്കുന്നു. ഇല്ല, അവളുണ്ടാവില്ല ഒരിക്കലും. 10 മണി വരെയാണ് അവൾക്ക് ഫോൺ അലൗഡ് ഉള്ളൂ. അതിനുശേഷം ഉമ്മ എടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് എന്തായാലും നോക്കാം. 11 മണി കഴിഞ്ഞിട്ടുണ്ട്. മനമില്ല മനസ്സോടെ അതാ ഷമ്മാസ് ഹിജാബിയുടെ മൈ ഹാർട്ട് എന്നുള്ള ആ ഒരു പേജ് എടുത്തു നോക്കുന്നു. ഓൺലൈനിലുണ്ട്. അല്ലാ, അൽഹംദുലില്ലാ. ഷമ്മാസ് എന്ത് പറയണം എന്ത് തുടങ്ങണം എന്ന് അവൻ അറിയുന്നില്ല. ഷമ്മാസ് ദാ ഫോണെടുത്ത് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഹിജാബി. പെട്ടെന്ന് റീപ്ലൈ. യെസ് പറയൂ. ഹിജാബി എന്നോട് പിണങ്ങിയോ? ഹേയ് എന്തിന്? സത്യം പറയടി, നീ എന്നോട് പിണങ്ങിയതല്ലേ ശരിക്കും? ഹിജാബി അതാ റീപ്ലൈ കൊടുക്കുന്നു. ഒരു കണ്ണുനീർത്തുള്ളിയുള്ള സ്മൈലി. എന്താ സങ്കടപ്പെടുന്നേ? ഷമ്മുക്ക എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അത്രക്കും സാരമില്ല ഹിജാബി. അത് ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ലായിരുന്നു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടോ? എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് ഷമ്മാസ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് വായിച്ചപ്പോൾ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ചില്ലുപാത്രം ഉടയുന്ന പോലെയാണ് തകർന്നടിഞ്ഞത്. ഒരുപാട് പ്രതീക്ഷയോടെ ആകാംക്ഷയോടെയാണ് ഞാൻ നിൻ്റെ
ഷമ്മാസിൻ്റെ അതാ വാക്കുകളെല്ലാം കേട്ടത്. ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുകൂടി ഷമ്മാസ്. സത്യമായിട്ടും ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് ഒട്ടും നല്ലതല്ല എന്ന് വരെ തോന്നിപ്പോയി. ഹിജാബി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, ഞാൻ അത്രക്കും വേദനിച്ചിരുന്നു. എനിക്ക് മാത്രം എന്താ എൻ്റെ ജീവിതം ഇങ്ങനെ? എനിക്കൊരാളെയും സ്നേഹിക്കാൻ പറ്റൂലേ? എനിക്ക് ആ ഒരു സമയത്ത് ഒരാണുങ്ങളെയും വിശ്വാസമില്ലാതായി ഷമ്മാസ്. എൻ്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നതല്ലേ? അതെ, അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ വീണ്ടും ഇങ്ങനെയാണോ എൻ്റെ ജീവിതം എന്ന് കരുതി. എന്നോട് നീ ക്ഷമിക്കണം ഹിജാബി. ഞാൻ അറിയാതെ ആരോ ഒരു തെറ്റ് ചെയ്തു പോയി. എങ്കിലും ആരായിരിക്കും ആ തെറ്റ് ചെയ്തത് ഷമ്മാസിനറിയുമോ? അത് സ്വന്തം മൂത്തച്ചിയാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെന്ന് പറയാൻ ഷമ്മാസിന് ഹിജാബിയോട് മടിയായിരുന്നു. അത് പറയൂ ഷമ്മാസ്, എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അത് ഞാൻ എങ്ങനെ പറയും ഹിജാബി? നിങ്ങൾക്ക് എന്നോട് പറയാലോ, അതിനെന്താ? എന്നാലും ആളെ ഒന്നറിയാലോ. ഇനിയും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ചതികൾ പ്രതീക്ഷിക്കാനാണ്. ഹിജാബി, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ ഫോൺ എവിടെയാണ് വെച്ചതെന്നോ എവിടെ ഇട്ട് പോയതെന്നോ എനിക്ക് ശരിക്കും ഓർമ്മയില്ലായിരുന്നു. ഷമ്മാസ്, നിങ്ങൾ എന്തിനാണ് എന്നോട് അത് മറച്ചു വെക്കുന്നത്? സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ആ ഒരു പ്രവൃത്തി, അവളുടെ ആ ഒരു ചീത്ത സ്വഭാവം ഒരിക്കലും ഹിജാബി അറിയരുത് എന്നാണ് അപ്പോഴും അവൻ ചിന്തിച്ചത്. ഹിജാബി, പ്ലീസ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമുക്കിനി നല്ലത് ചിന്തിക്കാം. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് കൊടുത്തോളും. എങ്കിലും നമ്മൾ ഒന്നും അത് ചികഞ്ഞു നോക്കാനും അന്വേഷിക്കാനും പോകണ്ട. അല്ലെങ്കിലും ചിലരുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ ഹിജാബി? എനിക്കവരെ കണ്ടുപിടിക്കാനും അവരെ ചീത്ത പറയാനും ഒന്നിനും പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ അത് വേണ്ട. നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ. നമ്മൾ ക്ഷമിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഉപദ്രവിക്കരുത്. ഹിജാബി, നിനക്കറിയില്ലേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ത്യാഗം സഹിച്ചവരായിരുന്നു? എന്തൊക്കെ പറഞ്ഞിരുന്നു അറിയില്ലേ? എത്ര ഉപദ്രവിച്ചിരുന്നു ആളുകൾ. അതിനൊക്കെ തിരിച്ച് ചെയ്തിരുന്നോ? തിരിച്ചെന്തെങ്കിലും മറുപടി കൊടുത്തിരുന്നോ ഹബീബ്? നമ്മുടെ മുത്ത് ഹബീബിനെ നമ്മൾ മാതൃകയാക്കണം, തിരിച്ചൊന്നും പറയാതെ. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാനിപ്പോൾ അവരെ കണ്ടുപിടിച്ച് അവരെ ചീത്ത പറയാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബന്ധം പിന്നെ അങ്ങ് ഇല്ലാതാകും. പിന്നെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാകും. പിന്നെ തെറ്റലാകും. മുഅ്മിനീങ്ങളായാൽ 3 ദിവസത്തിലേറെ പിണങ്ങി നിൽക്കുന്നതും ശരിയല്ല. പിന്നെ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും മറുപടി കൊടുത്തില്ല, ഒന്നും ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ക്ഷമിച്ചു. എല്ലാം അള്ളാഹുവിലങ്ങ് ഭരമേൽപ്പിച്ചു. നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടല്ലോ. അത് എൻ്റെ ഭാഗത്തുണ്ട് തെറ്റ്. ഷമ്മാസ്, എന്ത് തെറ്റാണ് നിങ്ങളുടെ ഭാഗത്തുള്ളത്? അല്ലേ, എൻ്റെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. ഒരിക്കലും ഞാനതങ്ങനെ ചെയ്യരുതായിരുന്നു. ഷമ്മാസ്, നിങ്ങൾ സുഖമില്ലാത്ത അവസ്ഥയിൽ അതൊക്കെ എടുക്കാൻ നമുക്ക് കഴിയുമോ? അതും ശരിയാണ്. അത് സാരമില്ല. നമ്മൾ ആരും ഉപദ്രവിച്ചാലും ബുദ്ധിമുട്ടിച്ചാലും നമ്മൾ ക്ഷമിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അവരറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹുവെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്നാണ് അവർ ദുആ ചെയ്തിരുന്നത്. അതാണ് നാം മാതൃകയാക്കേണ്ടതും. ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകളിൽ നുസൈബയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. പടച്ച റബ്ബേ, ഇത്രക്കും നല്ലൊരു ആളെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇത്രക്കും നല്ല സ്വഭാവമുള്ള, ഇത്രക്കും ദീനിയായ ഒരാളാണല്ലോ എന്നെ ഇന്ന് സ്നേഹിക്കുന്നത്. എൻ്റെ ആദ്യ ഭർത്താവ് ഫൈസലിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവൻ എത്രമാത്രം നല്ലതാണ്. അല്ലാ, എന്നും ഈ ഒരു സ്വഭാവവും ഈ ഒരു ദീനീച്ചിട്ടയും അദ്ദേഹത്തിൽ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. സത്യം പറഞ്ഞാൽ നുസൈബയുടെ മനസ്സ് നിറയുകയായിരുന്നു. തൻ്റെ ഷമ്മാസിൻ്റെ
ആ വാക്കുകൾ കേട്ട് ശരിക്കും നുസൈബ അത്ഭുതപ്പെടുകയാണ്. പടച്ചോനെ, ഇങ്ങനെയുണ്ടല്ലോ ഈ പ്രായത്തിലുള്ള ചെക്കന്മാർ, ഇത്രയ്ക്കും നല്ല നിഷ്കളങ്കമായ, ഇത്രയ്ക്കും നല്ല ദീനീ ചിട്ടയുള്ള ആളുകളുണ്ടല്ലോ. അവളതാ ഷമ്മാസിനോട് പറയുന്നു, ഷമ്മാസ്, എന്നോട് പൊറുക്കണം കേട്ടോ. ഞാൻ ആ ഒരു സങ്കടത്തിൽ അതിനു മുമ്പേ ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. ഷമ്മാസിനത്, അതെ, അത് ഞാൻ എടുത്തു, അത് ഞാൻ കണ്ടു. നീ അയച്ച മെസ്സേജ് എൻ്റെ ഹൃദയം പിടിച്ചു കുലുക്കുന്നതായിരുന്നു ഹിജാബി. ഞാൻ വിളിച്ചാൽ നീ വരും എന്നല്ലേ അതിലുള്ളത്? അതെ, അത് ഞാൻ ഫസ്റ്റ് ടൈം കണ്ടില്ല. പക്ഷേ പിന്നീട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് കാണാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ അങ്ങ് പിടച്ചു പോയി. അത് കണ്ടപ്പോൾ അതുപോലും ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു മെസ്സേജ് നിനക്ക് വേണ്ടി അയച്ചത്. എൻ്റെ ഹിജാബി ആകെ തകർന്നു പോയിട്ടുണ്ടാവില്ലേ? നിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവില്ലേ? ക്ഷമിക്കണം ഹിജാബി. ഈ എളിയവനോട് നീ ക്ഷമിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഹിജാബി, നീ അല്ലാതെ എന്നെ സ്നേഹിക്കാൻ ആരാടെയുള്ളത്? ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നുസൈബയുടെ ശരീരവും മനസ്സും വല്ലാതെ അങ്ങ് വിറക്കുന്നു. ഇല്ല, ഒരു ആണിൻ്റെ അടുക്കൽ നിന്നും ഇങ്ങനെ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ്. ഹിജാബി, ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പുറത്ത് നന്നായി മഴ പെയ്യുന്നു, നല്ല തണുത്ത കാറ്റും. ആ ഒരു സമയത്താണ് നുസൈബ ആ ഒരു ഷമ്മാസിൻ്റെ ആ മെസ്സേജ് വായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കോരിത്തെരിച്ചു പോയി. അല്ലാഹുവേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാണെന്നറിയാം. പക്ഷേ അത്രക്കും ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ഷമ്മാസിനെ. ഇനി എന്ത് ചെയ്യും? അല്ലാ, ഇനിയും എനിക്ക് ആ ഒരു വേദന ഒരിക്കലും തരരുതേ. മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ലല്ല. ഒരിക്കൽ കൂടി ഷമ്മാസദ ഹിജാബിയോട് ചോദിക്കുന്നു. ഹിജാബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ഷമ്മാസ്? എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ? അത് കേട്ട് നുസൈബ ആകെ കോരിത്തെരിച്ചു പോയി. അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. ഷമ്മാസ്, ഇതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. സത്യമായിട്ടും നിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത്. അതൊരുപാട് സ്വപ്നം കണ്ടുപോയി. പക്ഷേ പെട്ടെന്ന് ആ ഒരു മെസ്സേജ് വന്നപ്പോൾ ആ ഒരു പ്രതീക്ഷയെല്ലാം എന്നിൽ നിന്ന് തകർന്നു പോയി. എന്തിന്? പിന്നീട് എനിക്ക് മനസ്സിലായി, ഇല്ല, ഒരൊറ്റ ആണുങ്ങളെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. അത് കേട്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും സങ്കടമായി. ഹിജാബി, എൻ്റെ പൊന്നെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? ഷമ്മാസിൻ്റെ ഫോണിൽ നിന്ന് വന്നത് കൊണ്ടാണ് എനിക്ക് ടെൻഷനായത്. മറ്റൊരു നമ്പറിൽ നിന്നാണെങ്കിൽ ആരെങ്കിലും പറ്റിക്കാനാണെങ്കിലും അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഇത് ഷമ്മാസിൻ്റെ ഫോണിൽ നിന്നല്ലേ വന്നത്. അതുകൊണ്ട് പിന്നെ എന്ത് പറയാൻ, എന്ത് ചെയ്യാൻ? എനിക്ക് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയില്ലേ? എനിക്കറിയാം ഹിജാബി, നീ എത്രമാത്രം സങ്കടപ്പെട്ടുവെന്ന്. പക്ഷേ പിന്നീട് നിൻ്റെ മെസ്സേജും കൂടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇല്ല, നിന്നെ കാണാൻ വന്ന ആളുടെ കൂടെ സെറ്റായി, എന്നെ മറന്നുവെന്ന്. സത്യത്തിലും ഞാൻ സങ്കടപ്പെട്ടിരുന്നു ഹിജാബി. എങ്കിലും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇതായിരുന്നു, നീ സുഖമായി ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്കൊരു ബുദ്ധിമുട്ടും വരരുത്. പക്ഷേ ഈ ഷമ്മാസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഹിജാബി നിൻ്റെ മുഖമുണ്ടാവും മരിക്കുവോളം. അതെനിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ഷമ്മാസിൻ്റെ ആ ഒരു സ്നേഹം നുസൈബ ശരിക്കും തിരിച്ചറിയുകയാണ്. നുസൈബ അവിടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഭർത്താവ്, എൻ്റെ ജീവിതത്തിലേക്ക് ഇണയാക്കേണ്ട എൻ്റെ പ്രിയതമൻ, അത് ഷമ്മാസ് തന്നെയാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ആ ഹുസൈൻ ഹാജിയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല. ആ കാര്യമൊന്ന് ഷമ്മാസിനോട് പറഞ്ഞാലോ എന്നതാ നുസൈബ വിചാരിക്കുന്നു. ഷമ്മാസ്, എന്താ പെണ്ണേ? ഷമ്മാസ്, എനിക്കൊരു കാര്യം പറയാണ്ട്. പറ പെണ്ണേ, എന്താണ് നിനക്കുള്ളത്? ഷമ്മാസ്, എനിക്കാകെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്.
നിനക്ക് പേടിയോ? എന്തിന്? ഞാനുണ്ടാകുമ്പോൾ നിനക്ക് എന്തിനാ പേടി? നിന്നെ സംരക്ഷിക്കാൻ ഞാനില്ലേ? പിന്നെന്താ? ഇനി ആരൊക്കെ തന്നെ എതിർത്താലും എന്തൊക്കെ തന്നെ ആയാലും ഇതാ എൻ്റെ പെണ്ണ് നീ തന്നെയാണ്. ഇനി ഒരു പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചെന്ന് വരില്ല എൻ്റെ വീട്ടുകാരൊന്നും. നിന്നെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ അവർ അതൊരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാവുകയുമില്ല. അങ്ങനെയാണെങ്കിലും എൻ്റെ ഹിജാബി, നിന്നെ ഞാൻ സ്വന്തമാക്കും. നിന്നെ ഞാൻ നിക്കാഹ് കഴിക്കും. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റിലെങ്കിലും. ഷമ്മാസ്. അത് കേട്ട് നുസൈബ ശരിക്കും ഞെട്ടി. ഷമ്മാസ്, അത് വേണോ? വീട്ടുകാരുടെ നിർബന്ധം ഇഷ്ടമല്ലാതെ ഞാൻ ഒരു ഭാരമായിട്ട് ഷമ്മാസിനെ... ഹിജാബി, നീ എന്താ പറയുന്നത്? നീ എന്തിന് ഭാരമാണ്? എനിക്ക് ഉള്ള പെണ്ണല്ലേ നീയെ? അതിപ്പോൾ വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിട്ട് ഒരിക്കലും നടക്കലുണ്ടാവില്ല. എങ്കിലും ഷമ്മാസിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹത്തിനനുസരിച്ച് അതെനിക്ക് നടത്തണം. അതെ, നിൻ്റെ കൈ പിടിക്കാൻ ഇതാ ഞാനുണ്ട് ജീവിതാവസാനം വരെ. എന്നെ വിശ്വാസമില്ലേ നിനക്ക്? ഷമ്മാസ്, ഒരിക്കലും വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ വീട്ടുകാരുടെയൊക്കെ സമ്മതമില്ലാതെ എന്നെ വിവാഹം കഴിച്ച് അത് ഷമ്മാസിനെ അവരൊക്കെ വെറുക്കൂലേ? ഷമ്മാസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും പെരുമാറുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു നിലക്ക് എന്നിങ്ങനെ വിവാഹം കഴിച്ചാൽ അതെല്ലാവർക്കും ഒരു വെറുപ്പാവില്ല ഷമ്മാസ്? ഹിജാബി, അതെങ്ങനെ? അങ്ങനെ വെറുക്കുന്നവർ അങ്ങോട്ട് വെറുക്കട്ടെ എന്ന് വെക്കണം. എന്തൊക്കെ തന്നെയായാലും ഹിജാബിയാണ് എൻ്റെ പെണ്ണ്. അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഹിജാബി, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരുമോ? നമുക്ക് നിക്കാഹ് ചെയ്ത് നീ എൻ്റെ പെണ്ണായിട്ട് നിനക്ക് സുഖമായി ജീവിക്കാം. മരിക്കുവോളം കൈവിടാതെ ഞാൻ നിന്നെ പിടിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പഴയ കാലത്തെക്കുറിച്ചൊന്നും നീ ഒരിക്കലും ചിന്തിക്കണ്ട. കാരണം അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുകയാണ്. പുതിയതായിട്ടുള്ള ജീവിതങ്ങൾ. ഒരുപാട് ആളുകൾ തടസ്സം നിൽക്കുന്നുണ്ടാകും. പലർക്കും ഇഷ്ടമാവില്ല. പലരും പലതും പറയും. പക്ഷേ ഷമ്മാസിന് അതൊരു വിഷയമല്ല. അവരെയൊക്കെ സ്നേഹിപ്പിച്ച് നിർത്തണം. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ രീതിയിൽ നമ്മൾ രണ്ടുപേരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണം. ദേഷ്യപ്പെട്ടവരും ഇഷ്ടമില്ലാത്തവരുമെല്ലാം നമ്മുടെ അടുക്കിലേക്ക് വരണം. ആ രീതിയിൽ. ഷമ്മാസ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? നുസൈബക്ക് അത് കേട്ടപ്പോൾ ചെറിയൊരു പേടി. അത് വീട്ടുകാരുടെ ഒന്നും സമ്മതമില്ലാതെ അത് ശരിയല്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. അത് ഹലാലായ മാർഗത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ എൻ്റെ വീട്ടുകാർ അത് അറിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഉമ്മയോട് ഞാൻ പറയും. ഉമ്മയോട് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ വീട്ടുകാർക്ക് അതിനോട് താല്പര്യമുണ്ടാവില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവരത് എതിർക്കാനും മുടക്കാനും നിൽക്കും. നിൻ്റെ വീട്ടുകാരറിയും, എൻ്റെ ഉമ്മയും അറിയും. പോരെ, നമുക്ക് അങ്ങനെ നല്ലൊരു രീതിയിൽ ഒരു നിക്കാഹ്. അങ്ങനെ ആയാൽ സമ്മതല്ലേ നിനക്ക്? ഷമ്മാസ്, സത്യമായിട്ടും എനിക്ക് അതിന് സമ്മതമാണ്. എൻ്റെ വീട്ടുകാരുടെ സമ്മതം വേണം, നിങ്ങളുടെ ഉമ്മയുടെ സമ്മതം വേണം. അങ്ങനെയായാൽ അവരുടെ പ്രാർത്ഥന കിട്ടുമല്ലോ. അല്ലാതെ മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ സമ്മതം എന്ന് കിട്ടും അതുവരെ ഞാൻ കാത്തിരിക്കും. ഷമ്മാസ്, നിനക്ക് വേണ്ടി സത്യമായിട്ടും. ഹിജാബി, ഉറപ്പാണോ? അതോ നിന്നെ കാണാൻ വന്ന അവർ നിന്നെ കൊണ്ട് പോകുമോ? അതും എനിക്കൊരു ഭയമുണ്ട്. പക്ഷേ അത് ഇല്ല, 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഹിജാബി, അതിനു മുമ്പായിട്ട് ഷമ്മാസിൻ്റെ പെണ്ണായി എൻ്റെ ഹിജാബി എൻ്റെ കൂടെ കഴിയും. നോക്കിക്കോ. അത് കേട്ടപ്പോൾ നുസൈബ നാണം കൊണ്ട് തല താഴ്ത്തി. എന്താ, സമ്മതല്ലേ? തയ്യാറല്ലേ എൻ്റെ കൂടെ ജീവിക്കാൻ? ശരിക്കും സമ്മതമാണ്. എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഷമ്മാസിനെ വളരെയധികം.
ഹിജാബി, ഞാൻ നിന്നെ സ്നേഹിക്കാനുള്ള കാരണം എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. അതെ, മറ്റൊന്നുമല്ല, നിൻ്റെ ദീനിയായ രീതിയിലുള്ള ആ ഒരു വസ്ത്രധാരണവും കാര്യങ്ങളും നിൻ്റെ അച്ചടക്കവും കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നിലേക്ക് ആകർഷണമായത്. വേറെ ഒന്നും കണ്ടിട്ടൊന്നല്ല. അതെ, പിന്നെ എനിക്ക് നിന്നെ അങ്ങ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ മനസ്സിലേക്ക് നീ അങ്ങ് കയറിക്കൂടുകയാണ്. ഞാൻ കരുതുകയാണ്, ദീനിയായ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ജീവിതം നല്ല റാഹത്തായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ജീവിക്കണം. എന്നിട്ട് നമ്മളിൽ നല്ല സ്വാലിഹായ സന്താനങ്ങൾ പിറക്കണം. നമുക്ക് ദീനിനെ വളർത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പെണ്ണ് ഷമ്മാസിനെ കിട്ടാനിട്ടല്ല. എത്രയോ ആളുകൾ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല ഹിജാബി. എനിക്ക് നിന്നെ മാത്രം മതി. ആദ്യം ഞാൻ നിന്നെയല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, നിൻ്റെ ആ ഒരു ഡ്രസ്സിങ്ങിനെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നീടതങ്ങോട്ട് എൻ്റെ പ്രണയമായി മാറി. ആ കറുപ്പ് നിറത്തിലുള്ള പർദ്ദയും ആ ഹിജാബും അതെൻ്റെ പ്രണയമായി. എപ്പോഴും ഞാനത് ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. പലവട്ടം പല സമയത്ത് ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു നിമിഷം നീയാണെന്ന് തോന്നി ഒന്ന് നോക്കിപ്പോകും. പക്ഷേ അല്ലെന്ന് വിചാരിക്കുമ്പോൾ നിരാശയായിരിക്കും. എങ്കിലും എൻ്റെ ഹിജാബി എൻ്റെ മുമ്പിൽ ഇപ്പോഴുണ്ടല്ലോ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇൻഷാ അല്ലാ നമുക്ക് ഒരുമിക്കണം. എത്രയും പെട്ടെന്ന് നിക്കാഹ് കഴിഞ്ഞ് സുഖമായി ജീവിക്കണം. പിന്നെ നീ എൻ്റെ പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ്, എൻ്റെ കസ്റ്റഡിയിലായിരിക്കും. എന്താ, ഇഷ്ടല്ലേ? എനിക്കിഷ്ടമാണ് ഷമ്മാസ്, ശരിക്കും. ഇനി മറ്റവൻ വന്നാൽ വാക്ക് മാറി പോരുതേ പൊന്നെ. എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമായതുകൊണ്ടാണ്. ഹേയ്, ഇല്ല, ഒരിക്കലുമില്ല. അല്ലെങ്കിലും ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. അവൻ്റെ ഉമ്മയല്ലേ എന്നെ വന്ന് കണ്ടത്. ഹിജാബി, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണമെന്ന് തോന്നുകയാണ്. എവിടെ വെച്ചാണ് ഒന്ന് ശരിക്ക് നമ്മൾ സംസാരിക്കുക? നേരിട്ടൊന്ന്. എനിക്ക് സംസാരിക്കാൻ വല്ലാതെ കൊതിയാകുന്നു. ഷമ്മാസ്, അത് വേണ്ട, അതെനിക്ക് പേടിയാണ്. ആരെങ്കിലും കണ്ടാൽ പിന്നെ എൻ്റെ പഠനം വരെ നിർത്തും. ഒരിക്കലും ഞാനതിന് ഇല്ല ഹിജാബി, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് നേരിട്ട് സംസാരിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. ഷമ്മാസ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയണ്ട. എനിക്ക് പേടിയാണ് ആ കാര്യമൊക്കെ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. ഞാനും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾക്ക് ഒരാളോടൊരു ആകർഷണീയത തോന്നുമ്പോൾ നമുക്ക് ഓരോന്ന് തോന്നുകയാണ്. ഇതുവരെ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ലേ. എനിക്കും അതൊക്കെ പേടിയാണ്. പക്ഷേ എങ്കിലും ഒരു വട്ടം ശരിക്കൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നുകയാണ്. അടുത്തേക്ക് വരണമെന്നില്ല. ജസ്റ്റ് ഒന്ന് വിട്ടു നിന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ വല്ലാതെ കൊതിയാകുന്നു ഹിജാബി. എന്താ, നിനക്കിഷ്ടല്ലേ? ഷമ്മാസ്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഷമ്മാസ് പറയുന്ന ആ ഒരു കാര്യത്തിനോട് എനിക്കല്പം പേടിയുണ്ട്. ഓഹോ, അങ്ങനെയാണല്ലേ. അത് സാരല്ല, ഇൻഷാ അല്ലാ. എന്നാൽ നമുക്ക് സാവധാനത്തിലൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ, അങ്ങനെയൊക്കെ ഹലാലായിട്ട്. അതേ ഷമ്മാസ്, ഹലാലായാൽ പിന്നെ പേടിയില്ലല്ലോ. നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ എന്തും ചെയ്യാലോ. പക്ഷേ ഇത് എനിക്ക് പേടിയാണ്. കാരണം എന്തൊക്കെ തന്നെയായാലും ഞാനും നീയും അന്യ സ്ത്രീ പുരുഷനാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നതും അതൊക്കെ തെറ്റ് തന്നെയാണ്. ശരിയാണ് ഹിജാബി. പക്ഷേ നിൻ്റെ തെറ്റിദ്ധാരണ ഒന്ന് തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രാത്രി നിന്നോട് ഒരുപാട് സമയം സംസാരിക്കുന്നത്. എന്നാൽ ഷമ്മാസ്, ഞാൻ ഫോൺ ഓഫ് ചെയ്യട്ടെ കേട്ടോ. കാരണം ഫോണിൻ്റെ ലൈറ്റ് അത് ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അഥവാ എങ്ങെങ്കിലും പിടിച്ചു കഴിഞ്ഞാലേ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്നോട് പറയും, നീ വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേ, നിനക്കെന്ത് ഈ സമയം ഫോണിൽ പണി എന്നൊക്കെ പറഞ്ഞിട്ടേ അത് പ്രശ്നമാവും ഹിജാബി. എന്നാൽ എൻ്റെ മോളെ ഉറങ്ങിക്കോട്ടോ. ഇൻഷാ അല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ നാളെ രാവിലെ ഒന്ന് കാണണം. ഞാൻ ഷോപ്പിൽ കാത്തിരിക്കും നീ വരുന്ന ആ ഒരു സമയം. എന്നോട് ദേഷ്യം പിടിച്ച് എന്നെ നോക്കാതെ ഒന്നും പോവരുതേ. ഞാൻ ആകാംക്ഷയോടെ നിൻ്റെ ആ മനോഹരമായൊരു കണ്ണുകളെങ്കിലും കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേറൊന്നിനുമല്ല, അതിനു വേണ്ടി മാത്രം. എന്നെ നീ നിരാശനാക്കൂലല്ലോ? ഇല്ല ഷമ്മാസ്, സത്യമായിട്ടും നാളെ ഞാൻ ഷമ്മാസിനെ ശരിക്കും ഒന്ന് നോക്കും അവിടെ നിന്ന്. എന്നാൽ ശരി കേട്ടോ. പിന്നെ എന്നാൽ മോള് ഉറങ്ങിക്കോ.
ഷമ്മാസ്, പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്ത് തരണം കേട്ടോ. ഞാനും എന്തൊക്കെയോ പറഞ്ഞല്ലോ. ഞാനല്ലടി ഫസ്റ്റ്, എൻ്റെ ഭാഗത്തു നിന്നല്ല നിനക്ക് തെറ്റ് വന്ന് നീ ടെൻഷനായത്. അതൊന്നും സാരല്ല, ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാ. എൻ്റെ പെണ്ണിനെ പെട്ടെന്ന് തന്നെ ഞാൻ സ്വന്തമാക്കും, ഈ നോക്കിക്കോ. അത് പറഞ്ഞുകൊണ്ട് അതാ ഹിജാബിയോട് ബൈ പറയുന്നു. എന്നാൽ ശരിട്ടോ, നാളെ കാണാം ഇൻഷാ അല്ലാ. ഷമ്മാസ് നുസൈബയുടെ ആ ഒരു മെസ്സേജ് അവസാനമായി വന്നതും നോക്കിക്കൊണ്ടിരുന്നു. അതെ, അവൾ ഓൺലൈനിൽ നിന്ന് പോയി, അവളെ കാണുന്നില്ല. ആ ഒരു ഫോൺ നെഞ്ചോട് ചേർത്ത് അതാ ഷമ്മാസും പതിയെ മയക്കത്തിലേക്ക്.